10-18 കൊല്ലം മുന്നേ ഏട്ടായിയുടെ കൂടെ എക്സിബിഷന് പോയപ്പോൾ മേടിച്ച കമ്മലാണ് കേട്ടോ. ഇതുപോലെ പുരാതനമായ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ? ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ ക്രിസ്മസിന് ഇടാൻ പറ്റിയിട്ടുള്ള 3 ഡ്രസ്സുകളാണ് കേട്ടോ. ഇത് 3 പീസ് ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ്. 3ഉം അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു ക്രിസ്മസ് വൈബ് അങ്ങോട്ട് പിടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 3ഉം അടിപൊളിയാണ് കേട്ടോ. കാരണം റെഡും അതുപോലെ തന്നെ വൈറ്റും ഒരു ഗ്രീനും ഒക്കെ വരുന്ന പക്ക ക്രിസ്മസ് മെറ്റീരിയലാണ് ഇത് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന റെഡും അതുപോലെ തന്നെയുള്ള ആ ഗ്രീൻ ലീഫും പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു വർക്കും കൂടിയൊക്കെ ആകുമ്പോഴേ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു വൈബിന് ചേർന്ന് അങ്ങോട്ട് പൊക്കോളും. സിഗരറ്റ് പാൻ്റ് ആണ് വരുന്നത് കേട്ടോ. 3ഉം ഉണ്ട്. അതായത് പാൻറ്റും ഉണ്ട്, ടോപ്പും ഉണ്ട്, പിന്നെ ഷോളും ഉണ്ട്. നല്ല പ്യുവർ കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ അവിടെ ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ കൈയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് അങ്ങ് സെറ്റാക്കാം കേട്ടോ. ഇനിയിപ്പോൾ തട്ടിടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, തട്ടിടുന്ന രീതിയിലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. സെക്കൻഡ് അതിനേക്കാൾ അടിപൊളിയാണ്. ഇതാ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. സ്ലിറ്റ് വരുമ്പോൾ അല്ലെങ്കിലും എനിക്ക് കുറച്ച് ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് അങ്ങ് നിൽക്കുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോളാണ് മക്കളെ. എൻ്റെ പൊന്നി, ഞാൻ ഈ ഷോളുകൊണ്ട് മിക്കതും വേറൊരു ചുരിദാർ തയ്ക്കാനാണ് വഴി. കാരണം എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഈ ഷോള് നല്ല ലെങ്ത്തും നീളവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനങ്ങ് ഞാൻ വേറെ ഒരു ചുരിദാറോ ടോപ്പൊക്കെ ആക്കി മാറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ഷോള് യൂസ് ചെയ്യുന്നത് വളരെ വിരളല്ലേ. അപ്പോൾ ഇത് കൂടി ആവുമ്പോൾ നമുക്ക് ടോപ്പായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാം. ഒരു ലെഗിൻസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. പക്ഷേ ഇതിൻ്റെ പാൻറ്റ് മാറ്റി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഗംഭീരമായിട്ടുള്ള കോട്ടൻ്റെ പാൻറ്റാണ്. നിറയെ വർക്കുകൾ വരുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് അത്യാവശ്യം നല്ല രീതിയിൽ കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ 3 മേടിച്ചത് ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസിന് എനിക്കും ചേച്ചിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കുഞ്ഞൻ പിണങ്ങാവും, അവൾക്ക് വേണ്ടി ഒരെണ്ണം സെപ്പറേറ്റ് എടുക്കണം. ഇതെങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ 3 ആള് ആരിടണം എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അതായത് 3 ഡ്രസ്സും 3 പേരിൽ ആരൊക്കെയാണ് ഇടണേ എന്നുള്ളത് കമന്റ് ചെയ്യണേ. ഇത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ. ഇതും ഉള്ളിൽ ലൈനിങ് വരുന്ന രീതിയിലാണ്. ഇതിൻ്റെയും സിഗരറ്റ് പാൻറ് തന്നെയാണ് വരുന്നത്. പക്ഷെ മെറ്റീരിയൽ ഒരു രക്ഷയില്ലടാ. നിങ്ങൾ നല്ല രീതിയിൽ വൈറ്റ് സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് എന്തായാലും ഇത് മേടിക്കേണ്ടതാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ പ്രോഡക്റ്റൊക്കെ കേട്ടോ. ഇത്ര വലിയ കമ്മലൊന്നും ഇട്ടിട്ട് നിങ്ങളിങ്ങനെ എന്നെ കുറേ നാളായിട്ടുണ്ടാവും കണ്ടിട്ടില്ലേ. ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മുടെ പഴയ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറേ ഐറ്റംസ് ഇതുപോലെ. അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാം എടുത്ത് വെച്ചിട്ട് എന്തിനാ, നമ്മളൊന്നും ചാവുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ, ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് എടുത്ത് വയ്ക്കണ ശീലം ധാരാളം ഉണ്ട്. അപ്പോൾ ഒക്കെ കൂടി നമ്മൾ ഉപയോഗിച്ച് തീർക്കാമെന്നുള്ള ഒരു പുറപ്പാടിലാണ്. പോക്കറ്റ് ഉണ്ട്, 3നും പോക്കറ്റ് ഉണ്ട്. 3നില്ല, 2 പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. മേടിക്കാം, ധൈര്യമായിട്ട് മേടിക്കാം.